ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ നമ്മൾ ആരും വെയിറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മളെ ഈ പൂച്ച വെയിറ്റ് ആക്കി നിൽക്കും. എന്നിട്ട് പുറത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നു, നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. അങ്ങനെ രാവിലെ നോക്കിയിരിക്കാനൊരു രസമാണല്ലേ. അങ്ങനെ ഈ പൂച്ച ആണെങ്കിൽ വലിയൊരു കുസൃതികാരനാണ്. അങ്ങനെ അതിൻ്റെ കളിയൊക്കെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒന്നിച്ച് ഞാനും കുറച്ച് നേരം കളിച്ച്. അപ്പം എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് എല്ലാവർക്കും പൂച്ചേനെ ഒരുമാതിരി ഇഷ്ടം. ഞാൻ വിചാരിച്ചുകൊണ്ടായിരുന്നു എങ്ങനെ ഈ പൂച്ചകൾ വളർത്തും, പക്ഷേ ഇതിൻ്റെ കളിക്കുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോയി ഇതിങ്ങനെ വാലടിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അത് പിന്നോം വരുന്നു. അങ്ങനെ അത് വരുന്നിട്ട് മുമ്പ് ഞാനൊന്ന് വാലടിച്ചിട്ട് പോകട്ടെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ഇപ്പം ഇതാണ് അവസ്ഥ. വാലടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതെൻ്റെ ഒരു കുട്ടി ഷോപ്പ് എന്നും പറയാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തന്നില്ല. ഇതാണ് എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡായ ഫിയോറ. ഞാൻ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ പേജൊക്കെ മെൻഷൻ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് കസ്റ്റമർ ഓർഡർ ആക്കിയിട്ടുള്ളത്. നല്ലൊരു ജൂട്ട് മെറ്റീരിയലായ ഒരു പാൻറ്റും ടോപ്പും കോട്ടുമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓണത്തിനും ഒക്കെ ഇടാവുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ വൈ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഫിയോറാക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഫിഫ ഡോക്ടേഴ്സിലേക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ് ഇങ്ങനെ പാക്കിംഗ് ഒക്കെ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനും ചെയ്യുന്നുള്ളത്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ പാക്കിങ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഫിയോറ എന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അമ്മൂട്ടിക്ക് സ്കൂളുണ്ട്. അപ്പോൾ ഞാനും ഓളും ഒന്നിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് അവളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവളെ സ്കൂളിലൊക്കെ എത്തി. എന്നിട്ട് ഇതൊരു ഷോപ്പിൽ കൊടുക്കാനാണെന്ന് പറഞ്ഞത്. അങ്ങനെ അതും കൂടി കൊടുത്തിട്ട് വീട്ടിലേക്ക് റിട്ടേൺ ആയി. പിന്നെ ഉച്ചക്കത്ത് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല കാണിക്കാൻ. പിന്നെ ഇത് അമ്മൂട്ടി സ്കൂളിൽ നിന്ന് റിട്ടേൺ വന്നിട്ടായിട്ട് അവൾക്ക് ലൈക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണം, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കിട്ടി ഗിഫ്റ്റാണ്. അതിൽ ഞാനാണ് ആകാംക്ഷയോടെ പൊട്ടിക്കുന്നത്. അങ്ങനെ അതിൽ കിട്ടിയ മുട്ടായൊക്കെ ഞാൻ തിന്നിട്ട് പിന്നെ അതിൽ കളർ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കാണുമ്പോൾ അതും ആഗ്രഹം. അങ്ങനെ ഞാൻ അതും കൊടുത്തു. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു നോസ് സ്ട്രിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊട്ടിക്ക് ഞാൻ ആദ്യമായിട്ട് ഒട്ടിക്കുന്നതാണ്. അതും കോളായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴേക്ക് ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇതാണ് ഏട്ടത്തിൻ്റെ പ്രൊഡക്റ്റ്. ബമ്പാക്കുന്നത് നമ്മളെല്ലാവരും പോയിട്ട്. അങ്ങനെ ആയിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുള്ളറക്കൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടെല്ലാം ഉണ്ടായി.